നോക്കൂ, ഇവിടെ എവിടെയെങ്കിലും അടുത്ത് മെഡിക്കൽ സ്റ്റോർ ഉണ്ടോ? ആ, നേരെ പോയിട്ട് റൈറ്റ് തിരിഞ്ഞാ മതി. അവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. ആരെങ്കിലും ഇത് കണ്ടുപിടിച്ചാലോ? താൻ എന്തുവായി പറയുന്നേ? മരുന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ഒറിജിനൽ പാക്ക് പോലെയല്ലേ ഇത് പാക്ക് ചെയ്തിരിക്കുന്നത്. കൃത്യം കമ്പനിയുടെ ഓണർക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കില്ല ഇതിന്റെ വ്യത്യാസം. എന്നാ മഹാബലിയാണല്ലോ. കണ്ടില്ലേ കാറ് സ്കൂട്ടറൊക്കെ എടുത്ത് വലിച്ചെറിയുന്നത്? ഇത് ചിലപ്പോ ഏലിയനായിരിക്കും. വാ നമുക്ക് ചെവിയോട് പറയാം, ഓടിക്കോ. ഇതെല്ലാം നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് മരുന്നിന്റെ ബലം കൊണ്ടാണ് ഉണ്ടായത്. ഹലോ ലഡു സിംഗ് സാറേ, ചാലേ റോട്ടിലെ ഒരു മഹാബലി വന്നിട്ട് ഭയങ്കര നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക. അയാളെ കാണാൻ ഒരു കൂറ്റൻ രാക്ഷസനെ പോലെയുണ്ട്. എല്ലാം നശിപ്പിക്കാണ്. ഒന്ന് വേഗം വായോ. എന്റെ പരിധിയിൽ മഹാബലിയോ? എന്നെക്കാൾ ഒരു മഹാബലി ഇവിടെ ആരാണ് ഉള്ളത്? എന്റെ ഈ ഇൻസ്പെക്ടർ ലഡു സിംഗ് എന്നുള്ള പേര് വെറുതെ അല്ല ഫേമസ് ആയത്. പോകാം സാർ, വേഗം പോയിട്ട് ആ മഹാബലിയെ നമുക്ക് അന്വേഷിക്കണ്ടേ? അതെ അതെ, അന്വേഷിക്കാം, നമുക്ക് അന്വേഷിക്കാം. നീ അതിനെ കുറിച്ച് വിഷമിക്കണ്ട. നിനക്കറിയില്ലേ, ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ വരെ എന്നെ പേടിക്കുന്ന ഏതൊരു കള്ളനും ഏതൊരു മോഷ്ടാവും അത്ര പെട്ടെന്നൊന്നും അങ്ങോട്ട് കക്കാൻ വരെയില്ല. ഞാൻ ഇപ്പൊ തന്നെ പോയി ആ മഹാബലിയെ പിടിച്ച് ഉറുമ്പിനെ ഞെരിക്കുന്ന പോലെ ഞെരിക്കും. ഇന്നെന്റെ കോൺഫിഡൻസ് ലെവല് ആകാശം മുട്ടെ ഉയർന്നിരിക്കുകയാണ്. എന്റെ കാലുകൾ ഇപ്പൊ ഭൂമിയിൽ തൊടാതെ നിൽക്കുകയാണ്. എനിക്കിപ്പോ ആകാശത്തിൽ പറക്കുന്ന പോലെ തോന്നുകയാണ്. സാറേ, നമ്മളിപ്പോ കാറ്റില് പറക്കുന്ന പോലെ തന്നെ ഉള്ളത്. സാറ് പുറകോട്ടൊന്ന് തിരിഞ്ഞ് നോക്കിയേ. നീ എന്തൊക്കെ പറയുന്ന പേടാറാം? ഞാൻ പുറകെ നോക്കണം. പുറകെ നോക്കണം. അതെ അതെ, ഇതെന്താ നമ്മൾ കാണുന്നത്? ഇതാണോ താൻ പറഞ്ഞ മഹാബലി?
അതാണ് മഹാബലി. വണ്ടി നിർത്ത. അതെ, ആരെങ്കിലും ഞങ്ങളൊന്ന് രക്ഷിക്കണേ. വേഗം ഫയർ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് വിളിക്കണേ. വേഗം താഴേക്ക് ഇറക്കണേ ഞങ്ങളെ. Thank you very much. ഇയാളെ ഞാൻ നഗരത്തിന്റെ പുറത്തു കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. കാരണം ഇവിടെ നാശനഷ്ടങ്ങൾ കുറയാൻ വേണ്ടിയാ. ഓക്കേ, ടേക്ക് കെയർ ശിവ. ലഡു സിംഗ് സർ, മഹാബലി ഇവിടുത്തെ ടണലിൽ കുടുങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ ഫോഴ്സുമായിട്ട് വേഗം വന്ന് അവരെ അറസ്റ്റ് ചെയ്യാൻ നോക്കൂ. വേഗം. ഓക്കേ ശിവ, ഞാൻ ഇപ്പൊ തന്നെ പോലീസ് ഫോഴ്സുമായി വന്ന് അവനെ അറസ്റ്റ് ചെയ്തോളാം.
ഞാൻ ആ മഹാബലിയെ ടണലിന്റെ അകത്ത് വെച്ച് പിടിച്ചതായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഫോഴ്സ് അവിടെ എത്തിപ്പെടുമ്പോഴേക്കും അവൻ അവിടുന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു. പിന്നെ അവനെ പിടിക്കാൻ പറ്റിയില്ല. അവൻ ആ ടണല് മുഴുവൻ നശിപ്പിച്ചിരിക്കുന്നു. ആ മഹാബലിയെ ശരിക്കും പിടിക്കാൻ പറ്റുമോ അതോ ഇല്ലയോ അറിയില്ല. ഇതിന് ശരിക്കുള്ള ഉത്തരം പറയാൻ ഇവിടെ ആരും തന്നെ ഇല്ല. പക്ഷേ ഒരു മനുഷ്യൻ എങ്ങനെയാണ് മഹാബലിയായി മാറിയത്? ഈ ഉത്തരം പറയാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നു ഏറ്റവും പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ്. ഇതാ ഇവിടെ ഡോക്ടർ സോഡി.